മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ ഏകദേശ അവസ്ഥ ഏകാഭിപ്രായമോ ഏകോപനമോ ഇല്ലാത്ത സ്വാർത്ഥ താല്പര്യ നേതൃത്വത്തിൽ ഒതുങ്ങി. സഭയുടെ ഉന്നതാധികാര സമിതികൾ ചേർന്ന് പല ചർച്ചകൾ, പല തീരുമാനങ്ങളൊക്കെ എടുക്കുകയും വിശ്വാസ സമൂഹത്തിന് മുന്നിൽ പലതും മറച്ചുവെച്ച് പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന കപടതയുടെ മുഖംമൂടിയാണ് വിശ്വാസികൾ കാണുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനുപേക്ഷണീയമായ സുതാര്യത സഭയ്ക്ക് നഷ്ടമായി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസികൾ തന്നെ പങ്കുവയ്ക്കുന്നത്. ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഭൂഷണമല്ലാത്ത കപടത ഇപ്പോൾ അണിയുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും എന്നാൽ പ്രത്യേക പാർട്ടിയോട് അതിരുകടന്ന സ്നേഹവും വിധേയത്വവും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടും ആ പാർട്ടിയോടും അതിരുകടന്ന സ്നേഹം കാണിക്കുന്നു. അതിന്റെ പരിണിത ഫലം പുറത്തു വന്നിട്ടുണ്ട്. മഫ്രിയാനയുടെ വാഴ്ചയിൽ അത് നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട്. കൊച്ചി ഗ്രിഗോറിയോസ് പ്രധാനമന്ത്രിയെ നേരിൽ കാണുകയും പ്രധാനമന്ത്രി ആശംസകൾ രേഖാമൂലം നൽകുകയും കേന്ദ്ര സംഘത്തെ അയക്കുകയും ചെയ്തു. BJP നേതാക്കളായ വി മുരളീധരനും ഡോക്ടർ സി രാധാകൃഷ്ണനും ശ്രീധരൻ പിള്ളയും ഒക്കെ ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകൾ പരസ്യമായി പിന്തുണച്ചവരാണിപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത്. മലങ്കര സഭയുടെ വേദികളിൽ ആവശ്യമില്ലാത്ത പരിഗണന കൊടുത്ത് കെട്ടിയെഴുന്നള്ളിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്നത്. ക്രൈസ്തവ സമൂഹം തന്നെ തിരസ്കരിച്ച് പടിക്ക് പുറത്തു നിർത്തിയപ്പോൾ ഓർത്തഡോക്സ് സഭ ആലിംഗനം ചെയ്ത് വേദികൾ കൊടുത്ത് ചേർത്തു നിർത്തിയതിന്റെ ഫലമാണ് ലബനോനിലും പുത്തൻകുരിശിലും ഒക്കെ കണ്ടത്. ഗോവ ഗവർണർ ഇല്ലാത്ത ഒരു പരിപാടി മലങ്കര സഭയ്ക്കില്ല. ഇന്നത്തെ അവസ്ഥയിൽ അവരെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ഇന്നത്തെ സഭാ നേതൃത്വത്തിന് മാത്രമാണ്. തൊട്ടു മുൻപുള്ള സഭാ നേതൃത്വം അവരെ 7 അയലത്ത് അടുപ്പിക്കില്ലായിരുന്നു. സഭയുടെ പരിപാടിക്ക് ഉപരാഷ്ട്രപതി വരുമെന്ന് കൊട്ടിഘോഷിച്ചിട്ട് വരാതിരുന്നത് ഇവരെ നമ്പാൻ കൊള്ളില്ലെന്നുള്ളതിന് ഒരു തെളിവാണ്. കേരളം ഭരിക്കുന്ന സർക്കാരിനെ കുത്തിനോവിക്കുന്നതിന്റെ പരിണിത ഫലമാണിതെല്ലാം. കേരളത്തിൽ സർക്കാരിനെ വെറുപ്പിക്കുന്ന നിലപാട് എടുത്തുവെങ്കിൽ കേന്ദ്രത്തിലും സഭയെ എല്ലാവിധത്തിലും ഒതുക്കി നിർത്താനുള്ള എല്ലാ സഹായവും പലരും ചെയ്തു കൊടുത്തുവെന്ന് വേണം കരുതാൻ. 2017 ജൂലൈ 3 വിധിക്കു ശേഷം എന്നേക്കുമായി തീരുമായിരുന്ന പ്രശ്നം ഇന്നത്തെ നിലയിൽ എത്തിച്ചതിൽ സഭാ നേതൃത്വത്തിലെ ചില സ്ഥാനീയർക്കും ഒപ്പം രാഷ്ട്രീയക്കാരുടെ പിന്തുണയുമാണ്. എല്ലാം നഷ്ടമായി നിന്ന വിഘടിത വിഭാഗത്തോട് അതിരുകടന്ന സ്നേഹം പ്രകടിപ്പിച്ചതിന്റെയും വെറുപ്പ് കാണിച്ചതിന്റെയും ഫലമാണ് സമകാലിക സംഭവങ്ങൾ. നഷ്ടപ്പെടാൻ സ്ഥാനികൾക്കോ സമിതികൾക്കോ ഒന്നുമില്ല. ആർഭാട വിദേശയാത്ര, എക്യുമിനിക്കൽ പുളകിത പരിപാടികളും നിയമസഭ ലോകസഭാ സീറ്റുകളുമൊക്കെയായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് അവർക്ക് വേണ്ടത്. നഷ്ടം വിശ്വാസികൾക്ക് മാത്രം. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികളിൽ അവർ അന്യരായി തീരുന്നു. പൂർവികരുടെ കല്ലറകളിൽ ഒരു തിരി കത്തിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു. ഈ സഭയ്ക്ക് വേണ്ടി പീഡനങ്ങളും മരണം വരെ വരിച്ചവരുടെ ആത്മാക്കൾ ദുഃഖിക്കുന്നു. അത്ര തന്നെ. കേസുകളിൽ മെല്ലെപ്പോക്ക് നയം. സുപ്രീം കോടതിയിൽ പോലും കേസുകളിൽ വക്കീലന്മാർ ഹാജരാകാതെ വരിക, വ്യത്യസ്ത സത്യവിരുദ്ധമായ അഫിഡവിറ്റുകൾ സമർപ്പിക്കുക, വക്കീലന്മാരെ മാറ്റുക തുടങ്ങി കോടതികളിൽ നിന്ന് സഭയ്ക്ക് പ്രതികൂലമാകുന്ന സംഭവങ്ങളാണ് സഭാ മക്കൾ കാണുന്നത്. ഗ്രിഗറിയോസിനെ കേരളത്തിൽ വച്ച് പാത്രിയാർക്കീസ് നിയമവിരുദ്ധമായി മലങ്കര മെത്രാപ്പൊലീത്തയായി പ്രഖ്യാപിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചിരുന്നവർ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് സാധുതയില്ലാത്ത വിദേശത്ത് വെച്ച് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മഫ്രിയാനയായി വാഴിച്ചതിനെതിരെ മാധ്യമങ്ങളിൽ കിടന്ന് തുള്ളിയത് കൊണ്ട് എന്ത് ഫലം?